പാലക്കാട് മലമ്പുഴയിൽ അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മദ്യം നൽകി പീഡിപ്പിച്ച സംഭവത്തിൽ കൂടുതൽ കുട്ടികൾക്ക് ഇന്ന് CWC കൗൺസിലിംഗ് നൽകി. സ്കൂൾ കലോത്സവം, വിനോദയാത്ര എന്നിവയ്ക്ക് പങ്കെടുത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് കൗൺസിലിംഗ്. സംസ്കൃതം രണ്ടാം ഭാഷയായി എടുത്ത കുട്ടികളെയാണ് CWC ആദ്യഘട്ടത്തിൽ കൗൺസിലിംഗിന് വിധേയമാക്കിയത്. കേസ് അന്വേഷിക്കുന്ന വനിതാ ഉദ്യോഗസ്ഥയ്ക്ക് മുൻപാകെ 5 കുട്ടികൾ അന്ന് മൊഴി നൽകി. പലതവണ അധ്യാപകൻ പീഡനത്തിനിരയാക്കി എന്നായിരുന്നു മൊഴി. സ്കൂളിൽ വച്ചും അധ്യാപകന്റെ താമസ സ്ഥലത്ത് വച്ചും പീഡിപ്പിച്ചുവെന്നും കുട്ടികൾ തുറന്നു പറഞ്ഞു. സ്കൂൾ കലോത്സവം, വിനോദയാത്ര എന്നിവയ്ക്ക് പങ്കെടുത്ത വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിയാണ് രണ്ടാം ഘട്ട കൗൺസിലിംഗ് നടത്തിയത്. ആവശ്യമായ സുരക്ഷ കുട്ടികൾക്ക് ഉറപ്പാക്കുമെന്നും തുടർ കൗൺസിലിംഗുകൾ നൽകുമെന്നും CWC പാലക്കാട് ജില്ലാ ചെയർമാൻ M. സേതുമാധവൻ പറഞ്ഞു. ഈ 6 കുട്ടികൾക്ക് വേണ്ട എല്ലാ തരത്തിലുള്ള തുടർ പ്രവർത്തനവും, അവർക്ക് വേണ്ട കൗൺസിലിംഗ്, അവര് പിന്നെ കേസ് നടക്കുന്നുണ്ടെങ്കിൽ ആ കേസ് കോടതിയിൽ വരുമല്ലോ, അപ്പോൾ കോടതിയിൽ വരികയാണെന്നെങ്കിൽ നമ്മുടെ കാവൽ പ്ലസിന്റെ സുരക്ഷ ഇതെല്ലാം നമ്മൾ ഉറപ്പുവരുത്തും. സംഭവത്തിൽ സമാന അനുഭവങ്ങളുള്ള പൂർവ്വ വിദ്യാർത്ഥികളെ കണ്ടെത്താൻ പോലീസിന്റെ ഭാഗത്തുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പ്രതിയായ സംസ്കൃത അധ്യാപകൻ അനിൽ റിമാൻഡിൽ തുടരുകയാണ്. ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അനിലിന്റെ ഫോണിൽ നിന്ന് കുട്ടികളുടെ നഗ്നചിത്രങ്ങളടക്കം കണ്ടെത്തിയിരുന്നു. ഇതിൽ കൂടുതൽ പരിശോധനയും ഉണ്ടാകും. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.